സ്നേഹമുള്ളവരെ, ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് വൈദികർക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാണ് വൈദികർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു എപ്പിസോഡ് എന്ന് ചോദിച്ചാൽ, ഈയിടെയായി സാമൂഹിക മാധ്യമങ്ങളിൽ വൈദികർക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ചൊരിയുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ വൈദികരുടെ മനസ്സിടിയുന്നത് സഭയെ സംബന്ധിച്ചും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് വളരെ അപകടകരമാണ്, വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ വൈദികരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് വിശ്വാസത്തെ തലമുറകളിലൂടെ കൈമാറാൻ നിങ്ങൾ ശ്രമിക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും എല്ലാ ശ്രമങ്ങൾക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, വൈദികനാകുക എന്ന് പറഞ്ഞാൽ വളരെ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് വൈദികൻ കടന്നു പോകുന്നതെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ എപ്പിസോഡിൽ പരിശ്രമിക്കുന്നത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമം ആരംഭിക്കുന്നത്, ആ ആരംഭത്തിലെ മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ദൈവം ആദാമിനെ നോക്കി പറയുന്ന ഒരു വചനമുണ്ട്: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ ഈ വചനം വൈദികരും മനുഷ്യരാണ്. അപ്പൊ വൈദികരോട് എനിക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾ ഏകനായിരിക്കുന്നത് നന്നല്ല. വൈദികർ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ ഈ വൈദികർ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ചിലരെടുത്തു ചാടി അതിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന വൈദികർ കല്യാണം കഴിക്കണം എന്ന്. പ്രിയമുള്ളവരെ, വൈദികരായാലും വിവാഹം കഴിക്കുന്നതാണോ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? അതിനെക്കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുമ്പോൾ അവൻ ഒരു കൂട്ടായ്മയിൽ നിന്നാണ്, ഞങ്ങൾ എന്ന അവസ്ഥയിൽ നിന്നാണ് ഞാൻ എന്ന അവസ്ഥയിലേക്ക് പ്രസവിക്കുന്നത്. അവൻ ഏകനായിട്ടാണ് അവന്റെ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ അവന്റെ അസ്തിത്വത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഞങ്ങളാണ്. ഞങ്ങളിൽ നിന്നാണ്, അപ്പൻ, അമ്മ, ഞാൻ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വീഴുന്നത്. ഈ ജനിച്ചു വീഴുന്ന എനിക്ക് എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ അമ്മയുണ്ട്. പക്ഷെ ആ അമ്മ എന്നെ നിഷേധിച്ചാൽ ഞാൻ കരയാൻ ആരംഭിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചില വസ്തുക്കളൊക്കെ എൻ്റെ കൈവശമാക്കാൻ ശ്രമിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികളുടെ കയ്യിൽ ചില കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികളെ തല്ലുന്നതിനേക്കാൾ അവർക്ക് വേദനാജനകം അവരുടെ കളിപ്പാട്ടം അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്നതാണ്. കാരണം അവരവരുടെ അസ്തിത്വം രൂപപ്പെടുത്തുന്നത് ഈ കളിപ്പാട്ടങ്ങളിലാണ്, പൊസഷനിലാണ്, വസ്തുക്കളിലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വൈദികരായാലും അൽമായരായാലും കൂട്ടായ്മയിൽ നിന്ന് നാം പ്രസവിച്ചു വീഴുന്നത് വ്യക്തിയായിട്ടാണ്. പിന്നെ നാം കൂട്ടായ്മയിലേക്ക് പോകുന്നതിന് മുൻപ് നാം ശ്രമിക്കുന്ന കൂട്ടായ്മ എന്ന് പറയുന്ന വസ്തുക്കളാണ്. ഒരു കളിപ്പാട്ടം നമ്മുടെ കയ്യിലുണ്ടായാൽ നമുക്ക് സന്തോഷമായി. ആ കളിപ്പാട്ടം നമ്മിൽ നിന്ന് പോയാൽ നമുക്ക് സങ്കടമായി. ആ കളിപ്പാട്ടത്തിന് പകരം നമുക്ക് സഹോദരൻ വരും, സഹോദരി വരും, കൂട്ടുകാർ വരും. അവസാനം നമുക്ക് ഒരു ഭാര്യയെ സ്വന്തമായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഭർത്താവിനെ സ്വന്തമായിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ മക്കളെ സ്വന്തമായിട്ട് കിട്ടും. പ്രായമാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ ക്രമേണ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും മനുഷ്യന്മാര്. അതായത് ചില നിർണായക ഘട്ടങ്ങളിൽ എനിക്ക് തുണയായി ജീവിത പങ്കാളിയുമില്ല, മക്കളുമില്ല, ഞാൻ ഒറ്റയ്ക്ക് നേരിടണമെന്ന്. എനിക്ക് സഭയില്ല, സഭാപിതാക്കന്മാരില്ല, വൈദികരില്ല, ഞാൻ ഏകനാണ്. ഞാൻ വാർദ്ധക്യത്തിലേക്ക് ചെല്ലുമ്പോ വീണ്ടും ഞാൻ ഏകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ ഏകനായി ജനിച്ചു വന്നു.
കളിപ്പാട്ടങ്ങൾ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിത്വത്തെ നിലനിർത്താൻ ശ്രമിച്ചു. പിന്നീട് എനിക്ക് വീടായി, സമ്പത്തായി, വരുമാനമായി, ശമ്പളമായി, എല്ലാമായി, ഭാര്യയും മക്കളുമായിട്ടുള്ള ജീവിതമായി. പക്ഷെ ക്രമേണ ഞാൻ അറിയാൻ തുടങ്ങും, എൻ്റെ മക്കളെ കൊണ്ടോ ഭാര്യയെ കൊണ്ടോ എൻ്റെ പണം കൊണ്ടോ പോലും യാതൊരു പ്രയോജനമില്ലാത്ത ഒരു ഏകാന്തതയിലേക്ക് ഞാൻ വളരുകയാണെന്ന്. വാർദ്ധക്യകാലം എത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പൊ എൻ്റെ ആരോഗ്യം പോയി ഞാൻ കെടുപ്പിലായാൽ ഞാൻ തീർത്തും ഏകനായി പോവാണ്. മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിന് മുമ്പിൽ ഞാൻ കെഞ്ചണം. യഥാർത്ഥത്തിൽ ഒരു വൈദികൻ, പ്രത്യേകിച്ച് ഇടവക വൈദികൻ വന്നുപെടുന്ന ഏറ്റവും വലിയ വ്യക്തിത്വ സംഘർഷം എന്ന് പറയുന്നത് 25 വയസ്സ് വരെ അവന് കൂട്ടുണ്ട്. ആ 25 വയസ്സില് പഠനം കഴിഞ്ഞ് അവൻ വൈദികനായി ഒരു ഇടവകയുടെ ഒരു 4 അതിരുള്ള മുറിയിലേക്ക് ചെന്നാൽ പിന്നെ നമ്മൾ അൽമായർ സ്വീകരിക്കുന്ന വാർദ്ധക്യത്തിലെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ ഇത് അറിഞ്ഞതുകൊണ്ടാകാം ചില സമൂഹങ്ങൾ സന്യാസ സമൂഹങ്ങളായിട്ട് മാറിയത്. അപ്പൊ ഇടവക വൈദികന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണോ ഒരു സാധാരണ അൽമായൻ വാർദ്ധക്യത്തിൽ എത്തിച്ചേരുമ്പോൾ സംഭവിക്കുന്നത്, അത് യുവത്വത്തിലാണ് വൈദികൻ ഏറ്റെടുക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള ഇടവക വൈദികരെ, സന്യാസ വൈദികരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടേറിയതായിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഏകാന്തതയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇടവക ജനമുണ്ടാകുമോ? നിങ്ങൾ തിരിച്ചറിയണം, ഇടവകയിൽ നിങ്ങളുടെ കൂടെ വരുന്ന പലരും സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ളവരായിരിക്കാം. നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പക്ഷേ അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പതുക്കെ പോകുമെന്ന് നിങ്ങൾ മുൻകൂട്ടി 25 വയസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇടവക വൈദികന്റെ ജീവിതം എന്ന് പറയുന്നത് നരകതുല്യമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അവൻ കോമ്പൻസേറ്റ് ചെയ്യുക? അതെ, ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന നരകമാണ്. അതല്ലേ കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പൊ ഈ ഏകാന്തതയെ മറികടക്കാനുള്ള വിദ്യയും കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം ഏദൻ തോട്ടത്തിൽ ഏകനായിരുന്നുവെങ്കിലും ഹവ്വയില്ലാത്തപ്പോഴും അവൻ സന്തോഷകരമായി ജീവിച്ചിരുന്നു. കാരണം എന്താണ്? അവൻ ദൈവത്തോടൊന്നിച്ച് ഉലാത്തിയിരുന്നു. അപ്പൊ വൈദികന്റെ ജീവിതം ഏറ്റെടുത്തിരിക്കുന്ന ഈ ക്രൈസിസിനെ മറികടക്കണമെങ്കിൽ, സ്നേഹമുള്ള വൈദികരെ, നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു കൊച്ചുകുട്ടി ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കയ്യിലെ പൊസഷൻസ് നിങ്ങൾ സ്വരുക്കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. ഞാൻ സമ്പത്ത് കുന്നുകൂട്ടിയിട്ട് എൻ്റെ മക്കൾക്ക് കൊടുത്താൽ അവരെന്നെ ശുശ്രൂഷിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. എന്നെ ആരാണ് നോക്കുക? എൻ്റെ ഏകാന്തതയിൽ എന്നെ കൈവിടാത്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ തിരിച്ചറിവ് നമുക്ക് വരേണ്ടത് 60 വയസ്സ് 70 വയസ്സായിട്ടല്ല. കാരണം എനിക്ക് പല അൽമായരെ അറിയാം, വൈദികരെ അറിയാം. 50-60 ലക്ഷം കൈവശം വെച്ചിരുന്നിട്ട് മുറിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആളില്ലാതെ മുറിയിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചിട്ടുള്ള വൈദികരെ അറിയാം, അൽമായരെ അറിയാം. അതുകൊണ്ട് വൈദികരുടെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നിരന്തരമായ ആത്മീയ പ്രക്രിയ, കർത്താവുമായുള്ള നേരിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വളരാനായിട്ടുള്ള ഒരു പരിശ്രമം വ്യക്തിപരമായിട്ട് നടത്തിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിട്ട് വൈദികന്റെ ജീവിതം മാറും. അങ്ങനെ നിങ്ങളുടെ ജീവിതം സന്തോഷകരമല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം ഫലദായകമല്ലാത്തതാകും.
നിങ്ങൾ കൈമാറുന്ന ആത്മീയ ചിന്തകൾ ചിതറിപ്പോകും. അതുകൊണ്ട് വൈദികൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവൻ്റെ ഏകാന്തതയെ മറികടക്കേണ്ടത് അവൻ്റെ സമ്പത്തല്ല, അവൻ്റെ പൊസഷൻസ് അല്ല, അവൻ്റെ അറിവല്ല, അവൻ്റെ ഡിഗ്രി അല്ല, അവൻ്റെ പുസ്തകങ്ങളല്ല, അവൻ്റെ സംഭാവനകളല്ല, അവൻ ദൈവവുമായിട്ടുള്ള നിരന്തരമായ വ്യക്തിബന്ധമാണ്. ആ വ്യക്തിബന്ധത്തിലൂടെ കൈമാറുന്ന ദൈവിക അനുഭവമാണ്. ഇക്കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ സമയം പൂർണ്ണമായും ഈ ലോകത്ത് ജീവിച്ച് മരിച്ച് കഷ്ടപ്പെട്ട് സുവിശേഷം ഈ തലമുറയിലേക്ക് പങ്കുവച്ച എല്ലാ വൈദികർക്കുമായിട്ട് സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഏകാന്തത ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ഏകാന്തത മറികടക്കാൻ ഈ നോമ്പുകാലത്ത് കർത്താവ് ഈശോ മിശിഹായുടെ സഹവാസം, സമ്പൂർണ്ണ സഹവാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഞങ്ങൾ വിവാഹം കഴിച്ച് ക്രമേണയാണ് ഞങ്ങളുടെ മണവാളനായ ക്രിസ്തുവിനെ ചരിത്രത്തിലൂടെയാണ് തിരിച്ചറിയുന്നതെങ്കിൽ നിങ്ങൾക്ക് വൈദികനായ നിമിഷം മുതൽ ഈ മണവാളനെ കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലെ പരിമിതികളെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നോമ്പുകാലത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുകയും ചെയ്യും.